ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഉംറയൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. ഇപ്പം മക്കത്ത് റമദാനായിട്ട് ഭയങ്കര തിരക്കാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, നമ്മൾ ഇവിടുന്ന് സ്വന്തം വണ്ടിയായിട്ടോ ഇനിയിപ്പോൾ വണ്ടി റെൻറ്റിനെടുത്തോ ഉംറയ്ക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ഡ്രൈവർമാർ ഹിറാമിലാണെന്നുണ്ടെങ്കിൽ മക്ക ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് ഹറമിലേക്ക് കടത്തി വിടില്ല കേട്ടോ. ഡ്രൈവർമാർ ഹിറാമിൽ അല്ലാന്നുണ്ടെങ്കിൽ മക്കത്തേക്ക് കടത്തി വിടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മക്ക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പാടെ തന്നെ അവിടെ വലത്തെ ഭാഗത്തായിട്ട് തന്നെ വലിയ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോലീസുകാർ അവിടെ നിന്ന് കടത്തി വിടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പാർക്കിംഗ് അവിടെ ഫ്രീ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്, ബസ്സിൻ്റെ. ഇനി ബസ്സിൻ്റെ ടിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് വണ്ടി വെച്ചതിൻ്റെ ശേഷം ടാക്സിക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് പാർക്കിംഗ് ഏരിയയിലേക്കാണ്ട് പോകുന്ന സമയത്ത് അവിടെ നിന്ന് ബില്ല് തരും കേട്ടോ. അത് നമ്മൾ ഉംറയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് വണ്ടി എക്സിറ്റ് ആവുമല്ലോ, അപ്പോൾ അവിടെ ആ ബില്ല് ആ പോലീസുകാരുടെ അടുത്ത് കൊടുക്കണം കേട്ടോ. എന്നെങ്കിലേ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പുറത്തുകൊണ്ട് പോകാൻ കഴിയുള്ളൂ. ബസ് ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 18.40 പൈസയാണ് കേട്ടോ. എന്താണ് തോന്നുന്നുണ്ട്, മറന്നുപോയപ്പോൾ തന്നെ. അപ്പോൾ അത് നമ്മൾ മക്കത്തേക്ക് പോകാനും വരാനുള്ള ടിക്കറ്റിൻ്റെ പൈസയാണ്, ആ ഒരു പൈസ കേട്ടോ. അപ്പോൾ വണ്ടിയിലുള്ള ആളനുസരിച്ച് ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വണ്ടി വെക്കൽ ഇവിടെ പാർക്കിംഗ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻഷനും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ സ്വന്തം വണ്ടിയായിട്ട് മക്കത്തേക്ക് പോകുന്ന സമയത്ത് ഈ റമദാനായിട്ടൊക്കെ ഭയങ്കര തിരക്കാണുള്ളതും. പിന്നെ അവിടെ ഇവിടെയും കൊണ്ടുപോയിച്ചാൽ വലിയ ഫൈനും കിട്ടും, പിന്നെ പാർക്ക് ചെയ്യാണ്ട് സ്ഥലം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പാർക്കിംഗ് ഏരിയ കൊണ്ടുപോയിട്ടാൽ ഭയങ്കര പൈസയാണ്. ഒരു മണിക്കൂറിന് 12 റിയാൽ അങ്ങനെയൊക്കെ വരുന്നുണ്ടോ. ഞാൻ കുറച്ച് മുന്നേ മക്കത്തേക്ക് പോയ സമയത്ത് പാർക്കിങ്ങിന് ഏരിയ കൊണ്ടുപോയിട്ടിട്ട് എനിക്ക് 60 റിയാലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉംറ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ബെസ്റ്റ് ടൈം എന്നുള്ളത് മനസ്സിലാക്കിയെടുത്തോളം സുബഹി നിസ്കാരത്തിൻ്റെ ശേഷമാണ്. ഒരു 6 മണി 7 മണി 8 മണി ഉള്ളിലൊക്കെ ആയിട്ട് ഉംറ ചെയ്യാനായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ വല്ല വെയിലും ഉണ്ടാവില്ല, വല്ല തിരക്കും ഉണ്ടാവില്ല, ഒരു വല്ല ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമുക്ക് ഉംറ കഴിഞ്ഞ് പുറത്ത് കയറാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്.